അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുസ്തഫ മൗലവിയുടെ ഫത്ഹു മക്ക എന്ന ടൈറ്റിലിലുള്ള ഒരു ഖുതുബുണ്ട്. ഫത്ഹു മക്ക ഗുരു ശിഷ്യന്മാരെ കാണാൻ വന്നതാണ്, അല്ലാതെ മക്ക കീഴടക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെ എന്തിനാണാവോ ഫത്ഹു മക്ക എന്ന് പറയുന്നത്? ഫത്ഹു മക്ക എന്ന് പറഞ്ഞാൽ മക്കയെ കീഴടക്കുക, ജയിച്ചടക്കുക എന്നാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, നാം നിനക്ക് വ്യക്തമായിട്ടുള്ള വിജയം നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ സൂറത്ത് ഫത്ഹിൽ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു ഗുരു, ഒരു ഉപദേശകൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിൽ രാഷ്ട്രീയക്കാരനില്ല, യോദ്ധാവില്ല, സൈനിക നായകനില്ല, വിധികർത്താവില്ല, ഒന്നുമില്ല. തോന്നിയത് തോന്നും പോലെ പറയുക, ചേരുംപടി ചേർക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ പരീക്ഷയിൽ. എന്നതുപോലെ മുസ്തഫ തോന്നുന്നത് തോന്നും പോലെ പറയുക എന്നതാണ് മുസ്തഫൻ്റെ രീതി. മുസ്തഫ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഖുർആനെ നന്നായി വളച്ചൊടിക്കാൻ പഠിച്ചിട്ടുള്ള ആളാണ് മുസ്തഫ. അതുകൊണ്ട് ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാറ്റിനും മുസ്തഫൻ്റെ അടുത്ത് അർത്ഥം ഉണ്ടാവും, വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാവും, വിശദീകരണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ലോകം മുഴുക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത, അതിനെയാണ് മുസ്തഫ തള്ളിപ്പറയുന്നത്. രാഷ്ട്രീയമില്ലാത്ത ഇസ്ലാം, അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ട് അയാൾക്കെന്താണ് ഗുണം, മറ്റുള്ളവർക്ക് എന്താണ് ഗുണം, അതാണ് ചിന്തിക്കേണ്ടത്. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ എന്നാണ് മനുഷ്യനെ പറ്റി പറയാറുള്ളത്. സാമൂഹിക ജീവി. സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യൻ അവനൊരു പൊളിറ്റിക്കൽ ആനിമൽ കൂടിയാണ് എന്നതാണ് വസ്തുത. പൊളിറ്റിക്സ് ഇല്ലാത്ത മനുഷ്യജീവിതം പിന്നെ വിഭാവന ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ വല്ല കാട്ടിലും പോയി താമസിക്കേണ്ടി വരും. എന്നാൽ പോലും ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം കാട്ടിനെയും ഇപ്പോൾ രാഷ്ട്രീയം പിന്നെ പിടികൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം എന്താണ്? ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് തൻ്റെ എതിരാളിയായിരുന്ന അബൂ സുഫിയാനെയും ഹിന്ദിനെയും ഒക്കെ വിളിച്ചു വരുത്തുന്നത്? കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുവും അബൂ സുഫിയാനും ഒക്കെ നബിയുടെ എതിരാളിയായത്? ഇതും ഒരു ചോദ്യമാണ്. ഏത് രംഗത്തായിരുന്നു അവർ, ഹിന്ദുവും അബൂ സുഫിയാനും ഒക്കെ നബിയുടെ എതിരാളിയായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അബൂ സുഫിയാൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ? നബി യോദ്ധാവല്ല, നബി യുദ്ധപ്രഭുവല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധപ്രഭുവാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളാരും അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അത് മുസ്തഫയുടെ പിന്നെ സ്വന്തം ഭാഗത്തു നിന്നുള്ള പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരിൽ വാളുമോങ്ങി വന്ന ആളുകളോട് യുദ്ധത്തിന് പോയിട്ടുണ്ടോ? ഇതിനെപ്പറ്റി എന്താണ് മുസ്തഫയ്ക്ക് പറയാനുള്ളത്? ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആനിൽ വല്ല പരാമർശമുണ്ടോ? മക്ക ഫതഹിനെ പറ്റിയാണല്ലോ മുസ്തഫ പറയുന്നത്. ഹുവല്ലദീ കഫ്ഫ അയ്ദിയഹും അൻകും വഅയ്ദിയക്കും അൻഹും ബിബത്നി മക്കത്ത മിൻ ബഅദി അൻ അദ്ഫറക്കും അലൈഹിം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്തിനെ പറ്റിയാണ്? കഫ്ഫ യദഹു അൻഹു എന്ന് പറഞ്ഞാൽ ഈ അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഗുരു ശിഷ്യന്മാരെ ശിക്ഷിക്കുക, ശിഷ്യന്മാർ ഗുരുവിനെ ശിക്ഷിക്കുക എന്നതാണോ? ഇത് രണ്ടും ഉണ്ടായിട്ടില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ താല്പര്യം? അതോ യുദ്ധമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ
ആക്രമിച്ച് നബിക്കോ നബിയുടെ അനുയായികൾക്കോ പരിക്കു പറ്റേൽപ്പിച്ചിട്ടില്ല എന്നും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ശത്രുക്കളായിരുന്ന മക്കാനിവാസികളെ ആക്രമിച്ച് അവർക്ക് പരിക്കേൽപ്പിച്ചിട്ടില്ല എന്നുമാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കഫ ഐദിയഹു അല്ലെങ്കിൽ കഫ യദഹു അൻ എന്ന് പറഞ്ഞാൽ ഒരാളെ അയാളുടെ എതിരാളികൾ പരിക്ക് ഏൽപ്പിക്കാൻ, അയാളെ മർദ്ദിക്കാനും ദ്രോഹിക്കാനും ഒക്കെ ഒരുങ്ങുമ്പോൾ അതിൽ നിന്ന് തടഞ്ഞു നിർത്തി അയാളെ സംരക്ഷിക്കുന്നതിനാണ് കഫ് എന്ന് പറയാം. ഈസാ നബി അലൈഹിസ്സലാമിനോട് പരലോകത്ത് വെച്ച് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഖാലല്ലാഹു യാ ഈസാ ഉദ്കുർ നിഅമതി അലൈക എന്ന് പറഞ്ഞിട്ട് സൂറത്ത് മാഇദയുടെ അവസാനത്തിൽ പറയുന്നിടത്ത് വൈദ് കഫഫ്തു ബനി ഇസ്രായീല അങ്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ വൈദ് കഫഫ്തു ബനി ഇസ്രായീല അങ്ക, ഇസ്രായേലികളെ നിന്നിൽ നിന്ന് നാം തടുത്തു നിർത്തിയത്, ഞാൻ തടുത്തു നിർത്തി. അതായത് ഇസ്രായേലികൾ ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനെ വകവരുത്താൻ വേണ്ടി ഉദ്യമിച്ചപ്പോൾ അവർക്കതിന് സാധ്യമല്ലാതെ പോയി. അതിന് കാരണം എന്താണ്? അള്ളാഹു ഇസ്രായേലികളെ ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് തടഞ്ഞു നിർത്തി. അവർക്ക് അദ്ദേഹത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വൈദ് കഫത്തു ബനി ഇസ്രായേൽ അങ്ക എന്നുള്ള ഇതേ പ്രയോഗമാണ് ഇവിടെ സൂറത്ത് ഫത്ഹിൽ ഹുവല്ലദീ കഫ ഐദിയഹും അൻകും വൈദിയക്കും അൻഹും ബി ബത്നി മക്കത്ത മിൻ ബഅദി അൻ അദ്ഫറക്കും അലൈഹിം, അവർക്ക് മേൽ നിങ്ങൾക്ക് വിജയം നൽകിയതിൽ പിറകെ അവരുടെ കൈ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈ അവരിൽ നിന്നും അള്ളാഹുവാണ് തട്ടി മാറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മക്കയിൽ ഒരു രക്തരഹിത വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. ആ രക്തരഹിത വിപ്ലവത്തിൽ മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങി. അവിടെ കീഴടങ്ങിയ സാധാരണഗതിയിൽ ഒരു നാട് ജയിച്ചടക്കിയാൽ ജേതാക്കൾ ചെയ്യാറുള്ളത് ആ നാട്ടിലുള്ള ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കുക, അവരിലെ കുട്ടികളടക്കം കൊന്നൊടുക്കാനുള്ളതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാത്സല്യപൂർണമായ കരുണാനിർഭരമായിട്ടുള്ള സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എണ്ണുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ അവർ പറഞ്ഞു അഹും കരീം വബനു അഹിം കരീം, മാന്യനായ സഹോദരൻ, മാന്യനായ സഹോദരൻ്റെ മകൻ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാമായിരുന്നു. നബി അവരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം നബി അവരോട് പറഞ്ഞു എന്തലിക്കൂ അന്തുമുത്തലക്കാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരിൽ യാ തസ്ലീബ അലൈക്കുമുല്ലൗ, നിങ്ങൾക്കെതിരിൽ നിന്നൊരു നടപടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. ഈ ഒരു പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞതുപോലെ വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് വളരെ സൗമ്യമായി പെരുമാറിയിട്ടുള്ളത്. ഈ ഒരു പെരുമാറ്റം മക്കയിലുള്ള ആബാലവൃതം ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്നുള്ളതാണ് ഈ മക്ക ഫതഹിൽ സംഭവിച്ച ഒരു സംഗതി. പിന്നെ നേരത്തെ ശത്രുതയിൽ വർത്തിച്ചിരുന്ന അബൂ സുഫിയാൻ, ഹിന്ദ് പോലുള്ള ആളുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർക്ക് മാപ്പ് നൽകിയത് മാത്രമല്ല തൻ്റെ അനുയായികളായിട്ട് അവരെ കൂടെ കൂട്ടുകയും ചെയ്തു. ഇവിടെ മുസ്തഫ അറിയാതെ പറഞ്ഞു പോകുന്ന സംഗതിയുണ്ട്. അബൂ സുഫിയാനെ നരകത്തിലേക്ക് പറഞ്ഞേക്കാഞ്ഞിട്ട് മുസ്തഫക്ക് വലിയ വിഷമമുണ്ട്. എന്നാൽ അതേ മുസ്തഫ തന്നെയാണ് അബൂ സുഫിയാനെ വിളിച്ചു വരുത്തി, എന്നിട്ട് ഹിന്ദിനെ വിളിച്ചു വരുത്തി നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്. അതിന് മൂപ്പര് ഒരു അതിശയോക്തിപരമായി പറഞ്ഞ വേറെ സംഗതി എന്താണ്? ഞാൻ നിങ്ങളൊക്കെ ഉപേക്ഷിച്ചിരുന്ന എല്ലും കഷ്ണം പൊടിച്ച് അത് പൊടിയാക്കി അതുകൊണ്ട് റൊട്ടി ചുട്ട് തിന്ന ആമിനൻ്റെ മകളല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എവിടെയാണാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്ന് പറിച്ചുകൊണ്ട് വന്നപ്പോൾ നബി ആളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ പേടിക്കുന്നത്?
അനബിൻ ഉമ്രാത്തിൻ തവക്കുലു അൽ ഖദീദ, മാംസക്കഷ്ണം തിന്നിരുന്ന എന്നാണ് ഹദീസിലുള്ളത്. മാംസക്കഷ്ണം തിന്നിരുന്ന ഒരു പെണ്ണിൻ്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അറബികൾ നേരത്തെ തന്നെ മാംസം ഉണക്കി സൂക്ഷിക്കാനുള്ള രീതി അവരിലുണ്ടായിരുന്നു. അതനുസരിച്ച് ആമിനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന റളിയല്ലാഹു അൻഹായും അത്തരത്തിലുള്ള സമീപനം കൈക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധാരണ പെണ്ണിൻ്റെ മകനാണ് ഞാൻ, പിന്നെന്തിനാണ് താങ്കൾ എന്നെ ഭയക്കുന്നതെന്ന് വേറൊരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്. അല്ലാതെ അബൂ സുഫിയാൻ എൻ്റെ ഭാര്യ ഹിന്ദിനോട് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ചോദിച്ചതായിട്ട് എവിടെയും ഉദ്ധരിച്ചു വന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം നബിയുടെ പേരിൽ പറയുകയും നബി എന്തായിരുന്നു എന്ന് വ്യക്തമായി പറയാതെ നബിയുടെ ജീവിതത്തെ കേവലം ഒരു ഉപദേശിയുടെ അല്ലെങ്കിൽ ഒരു സൂഫി ഷെയ്ഖിൻ്റെ, അതായത് ഒരു ഗുരുവിൻ്റെ പാളയത്തിൽ തളച്ചിടുകയും ചെയ്യുന്ന തനി പിന്തിരിപ്പൻ സ്വഭാവത്തിലുള്ളൊരു സമീപനമാണ് മറ്റെല്ലാ രംഗത്തും എന്നതുപോലെ ഇവിടെയും മുസ്തഫ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മദീനയിൽ നബി ഭരണാധികാരി ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രം സ്ഥാപിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മദീനയിലെ ജൂതന്മാരുമായൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയും സഖ്യവും ഒന്നും അതുവരെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല എന്നൊക്കെയുള്ള വിടുവായത്തമാണ് മുസ്തഫ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മദീനയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്താണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചരിത്രം എന്ന് പറഞ്ഞാൽ മുആവിയൻ്റെ ചരിത്രം ആയതുകൊണ്ട് മുസ്തഫക്കത് സ്വീകാര്യമല്ല. മുസ്തഫക്ക് ആവശ്യമില്ലാത്തയിടത്ത് അത് തള്ളും, ആവശ്യമുള്ളിടത്ത് മുസ്തഫ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തിനായിരുന്നു ജൂതന്മാരുമായിട്ട് അങ്ങനെ ജൂതന്മാരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കിയിരുന്നുവോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് മുസ്തഫക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമ്മൾക്ക് കൗതുകമുണ്ട്. ആ ഉണ്ടാക്കിയിരുന്ന സഖ്യം അല്ലെങ്കിൽ സന്ധി എന്തിനെപ്പറ്റിയായിരുന്നു? അതിൽ വളരെ വ്യക്തമായി പറയുന്നത് മദീനയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവിടെ മുസ്ലിങ്ങളും ജൂതന്മാരടക്കമുള്ള മദീനയിലെ യസ്രിബിലെ എല്ലാവരും ഒന്നിച്ചുകൂടി ശത്രുവിനെ എതിർക്കണമെന്നാണ്. ഇതെന്തിനു വേണ്ടി പറയണതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമായി എതിർക്കാൻ വരുന്ന ആളുകളോട് അവരെ നേരിടണമെന്ന് ജൂതന്മാരോടും മറ്റുമുള്ളവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ അവരതിന് കരാറിൽ ഒപ്പിടേണ്ട കാര്യം എന്താണ്? ഒരു രാഷ്ട്ര സംവിധാനം അല്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് യുദ്ധം നയിച്ചിട്ടുള്ളത്? യുദ്ധം നയിച്ചിട്ടില്ലാതെ തീർത്ത് പറയാനൊന്നും മുസ്തഫക്ക് കഴിയില്ല ഖുർആൻ ഉള്ളിടത്തോളം കാലം. കാരണം ബദർ, ഉഹദ് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. യുദ്ധത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്, ആയുധം സംഭരിക്കാനുള്ള പരാമർശമുണ്ട്. വഅഇദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈൽ തുർഹിബൂന ബിഹി അദുവ്വല്ലാഹി വഅദുവ്വക്കും എന്നാണ്. നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ശത്രുക്കളെ ഭയപ്പെടുത്താൻ പാകത്തിൽ സാധ്യമായത്ര ആയുധം ഉപയോഗിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് വേണം മുസ്തഫക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടില്ല എന്ന് പറയാം. എന്നിട്ട് മൂപ്പരുടെ പകരം വേറൊരു കമൻറ്റ്, ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാസ്തികന്മാരും ഒക്കെ ഇസ്ലാമിനെ എതിർക്കുന്നത് ഹദീസും ചരിത്രവും ഒക്കെ വെച്ചിട്ടാണെന്ന്. ഇയാൾ മുസ്തഫ ഏത് പൊട്ടക്കായത്തിലാണുള്ളതെന്ന് നമുക്കറിയില്ല. കാരണം മുസ്തഫ വിളിച്ചു കൂട്ടുന്ന വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ലിയാഖത്തോ അല്ലെങ്കിൽ ആരിഫ് ഹുസൈനോ ഇയ ജബ്ബാറോ ഇവരൊന്നും ഹദീസ് എടുത്തിട്ടല്ല, ഖുർആൻ തന്നെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവഹേളിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് തിരിയാത്ത മരമണ്ടനല്ല മുസ്തഫ. അപ്പോൾ മുസ്തഫ ഇതൊക്കെ പറയുന്നത് വളരെ ബോധപൂർവമാണ്. ഇസ്ലാമിനെ ഒരു അരിക്ക് നിർത്തിയിട്ട് അത് കേവലം ഒരു സൂഫി ചിന്തയായിരുന്നു അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ചിന്തയായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വൃഥാ വിനോദം മാത്രമാണ് ഇവിടെ മുസ്തഫ ചെയ്തു കൂട്ടുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ ഇതിൽ കവിഞ്ഞ് യഥാർത്ഥത്തിൽ മുസ്തഫൻ്റെ മക്കാ ഫത്ഹ് എന്ന് പറഞ്ഞ പ്രസംഗത്തിൽ യാതൊരു ആശയവുമില്ല, അടിത്തറയില്ല. എന്തൊക്കെയോ കുറേ വിളിച്ചു പറയുന്നു. നബിയോടുള്ള ആ സ്നേഹം അങ്ങോട്ട് തുളുമ്പിയിട്ട് നബി നടന്നു പോയിട്ടുള്ള മണൽ പോലും ഞങ്ങൾ സ്വർണ്ണത്തെക്കാൾ വില കൽപ്പിക്കുന്നൊക്കെ വിടുവായത്തം പറയാമെന്നുള്ളതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിക്കുകയോ
മറ്റുള്ളവരെ അത് അനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുക ചെയ്യുന്ന യാതൊന്നും നാളിതുവരെയുള്ള മുസ്തഫയുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ കുറേ വാക്കുകൾ വാരിക്കൂട്ടി ഉരുട്ടിക്കൂട്ടി എന്തൊക്കെ പറയുന്നു എന്നത് മാത്രമേ മുസ്തഫയുടെ കാര്യത്തിൽ ഇത്തരം പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത.